ലോക ജനതകൾക്ക് മുഴുവൻ വിസ്മയമായി ഇസ്രായേൽ എന്ന സ്വതന്ത്ര രാഷ്ട്രം ഭൂപടത്തിൽ ഇടം നേടിയ ചരിത്ര സംഭവത്തിലൂടെ വെളിപ്പെട്ട ദൈവത്തിന്റെ സർവാധിപത്യം ധ്യാനവിഷയമാക്കി ആഗോള ക്രൈസ്തവ സമൂഹം 1948 മെയ് 14 ലോകവിധികളെ തിരുത്തിക്കൊണ്ട് യഹൂദർ തങ്ങളുടെ പിതൃദേശം സ്വന്തമാക്കിയപ്പോൾ പൂർത്തിയായത് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ദൈവം ഇസ്രായേലിനെ പറ്റിയും ലോകം മുഴുവനെ പറ്റിയും വെളിപ്പെടുത്തിയ അസംഖ്യം പ്രവചനങ്ങളായിരുന്നു. BC 1500 മുതൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലേക്ക് ചിതറിക്കപ്പെടുകയും വിവിധ ഭരണകൂടങ്ങളുടെയും സാമ്രാജ്യ ശക്തികളുടെയും കീഴിലുള്ള അടിമത്തത്തിലും പീഡനങ്ങളിലും മറ്റേത് ജനതയേക്കാൾ ക്രൂരതകൾ നേരിടേണ്ടി വന്നതുമായ യഹൂദ ജനതയുടെ അതിജീവനത്തിന്റെയും ഉയർച്ചയുടെയും വിജയക്കൊടി പാറിയ ചരിത്ര ദിനമായിരുന്നു 1948 മെയ് 14. ലക്ഷക്കണക്കിന് യഹൂദരെ ഹിറ്റ്ലറുടെ നേതൃത്വത്തിലുള്ള നാസി സൈന്യം കൊന്നൊടുക്കുകയും ലോകത്തിന്റെ അങ്ങിങ്ങോളം വിവിധ കാലങ്ങളിൽ വിവിധ സാഹചര്യങ്ങളിൽ യഹൂദർ ചിതറിക്കപ്പെടുകയും ചെയ്തപ്പോഴും തങ്ങളുടെ പിതൃദേശം എന്ന വികാരം ഓരോ യഹൂദന്റെയും ഉള്ളിൽ ചിറകൊടിഞ്ഞ സ്വപ്നമായി ശേഷിച്ചു. ജനതകളുടെ ഇടയിൽ നിന്നും സകല ദേശങ്ങളിൽ നിന്നും ഒരുമിച്ചുകൂട്ടി സ്വദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരും എന്ന എസെക്കിയേൽ പ്രവചനം ഉന്മൂലന ശ്രമങ്ങളിലും വംശഹത്യാ പ്രവണതകളിലും നിന്ന് യഹൂദർക്ക് അതിജീവന ശക്തി പകർന്ന് ഭൂമിയിൽ ചിതറിപ്പാർക്കുന്ന ഒരൊറ്റ മനസ്സുള്ള ജനതയായി അവരെ നിലനിർത്തി. 1914 ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ പ്രതാപത്തിന്റെ നാളുകളിൽ യഹൂദ നേതാക്കന്മാരായിരുന്ന ബെൻ ഗൂരിയോൺ, ഗോൾഡ മയർ, എലയാസർ തുടങ്ങിയവർ തങ്ങൾക്കൊരു രാജ്യം വേണമെന്ന ആവശ്യവുമായി മുന്നോട്ടു വന്നു. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടന് യുദ്ധസഹായമായി സ്തുത്യർഹ സംഭാവനകൾ നൽകിയ യഹൂദനായിരുന്ന ചേം വെയ്സ്മാൻ പ്രതിഫലമായി ആവശ്യപ്പെട്ടത് യഹൂദർക്ക് തങ്ങളുടെ പൂർവികരുടെ നാട്ടിലേക്ക് മടങ്ങാനുള്ള അനുവാദമായിരുന്നു. ഇതിന്റെ അനുമതി എന്നോണം യഹൂദർക്ക് പലസ്തീന്റെ മണ്ണിൽ സ്വന്തമായി ഒരു രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് ബ്രിട്ടീഷ് ഭരണകൂടം അനുകൂലിക്കുന്നു എന്ന നിലപാടുമായി 1917 ബാൽഫർ വിളംബരം പ്രഖ്യാപിക്കപ്പെട്ടു. 1948 മെയ് 14 ബ്രിട്ടൻ പലസ്തീൻ ഭരണം അവസാനിപ്പിക്കുകയും അന്ന് തന്നെ ഇസ്രായേലിന്റെ ഡേവിഡ് ബെൻഗൂരിയോൺ ലോകജനതയോട് ഇപ്രകാരം പ്രസ്താവിക്കുകയും ചെയ്തു: ഇസ്രായേലിന്റെ സ്വദേശത്ത് ഒരു യഹൂദജനം ജീവിച്ചിരുന്നു. ഇവർ വിവിധ രാജ്യങ്ങളിൽ ചിതറിക്കപ്പെട്ടുവെങ്കിലും നൂറ്റാണ്ടുകളായി അവരുടെ മതത്തോടും മതഗ്രന്ഥത്തോടും അവർ വിശ്വസ്തത പാലിച്ചു. സ്വാഭാവികമായും ചരിത്രപരമായും അവർക്കുള്ള അവകാശത്തിന്റെയും ഐക്യരാഷ്ട്ര സംഘടനയുടെ തീരുമാനത്തിന്റെയും അടിസ്ഥാനത്തിൽ പാലസ്തീനിൽ ഒരു യഹൂദ രാഷ്ട്രത്തിന്റെ സ്ഥാപനം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. യഹൂദർക്ക് ദൈവം നൽകിയ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമായി ലോകദൃഷ്ടിയിൽ തികച്ചും അസാധ്യമായിരുന്ന ഇസ്രായേലിന്റെ രാഷ്ട്ര രൂപീകരണത്തോടെ യഹൂദർ ആഹ്ലാദാരവങ്ങളോടെ തങ്ങളുടെ പിതൃദേശത്തേക്ക് മടങ്ങാൻ ആരംഭിച്ചു. അങ്ങനെ ആമോസ് പ്രവചനത്തിൽ പറഞ്ഞിട്ടുള്ളത് പ്രകാരം ഇസ്രായേലിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കപ്പെടുകയും തകർന്ന നഗരങ്ങൾ പുനരുദ്ധരിക്കപ്പെടുകയും യഹൂദർക്ക് നൽകപ്പെട്ട ദേശത്ത് അവർ തഴച്ചു വളരുകയും വിജനമായി കിടന്നിരുന്ന ഇസ്രായേലിന്റെ തെരുവുകളിൽ അവരുടെ കുഞ്ഞുങ്ങൾ വീണ്ടും ദൈവസ്തുതികൾ ആലപിക്കുകയും നൃത്തച്ചുവടുകൾ വയ്ക്കുകയും ചെയ്തു. ചുറ്റുമുള്ള ജനതകൾക്ക് മുഴുവൻ ഭയകാരണമായി ഇസ്രായേൽ ഉയരങ്ങളിലേക്ക് കുതിക്കുമ്പോൾ അതും വിശുദ്ധ ഗ്രന്ഥ പ്രവചനങ്ങളുടെ നേർചിത്രങ്ങളായി ക്രൈസ്തവർ ഇന്നും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.